എല്ലാ സൈസ് വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും, മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകും. അപ്പം തളർത്തിക്കും, മടുപ്പിക്കും, വെറുപ്പിക്കും, ദേഷ്യം വരും, എല്ലാ സങ്കടം വരും, ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് മറ്റുള്ളവർ മുഖാന്തരം ഉണ്ടാകും. നമ്മളൊന്ന് ചിന്തിക്കണം, മറ്റുള്ളവർ അവരുടെ സ്വഭാവമാണ് കാണിക്കുന്നത്, നമുക്ക് നമ്മുടെ സ്വഭാവമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ പറയണതെല്ലാം നമ്മൾ സ്വീകരിക്കാറുണ്ടോ, അനുസരിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇവരെന്തെങ്കിലും പറഞ്ഞു എന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കാനൊന്നും പോകണ്ട. അത് അവരുടെ നേച്ചർ, അവർ പറയുന്നു, അതിനെ അങ്ങ് വിട്ടേക്കുക. അതവർ പറയുമോ പറയാതിരിക്കുമോ എന്തു വേണേലും ചെയ്തോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് ഒന്നാമത് ചിന്തിക്കുക. രണ്ടാമത്, ജീവിതത്തിൽ ഈ പറയുന്ന മടുപ്പുകളും വെറുപ്പുകളും വിദ്വേഷവും ഒക്കെ വരും. അതൊക്കെ വരാതെ ഒരു ജീവിതം ആർക്കും തന്നെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെയാണ് ജീവിതം, നമ്മൾ മുന്നോട്ട് പോയിക്കോളാം. ഇതിനെയൊക്കെ അങ്ങ് തട്ടി വകഞ്ഞു മാറ്റി നമ്മൾ പൊക്കോളുക. ഒരു പുഴ ഒഴുകും പോരെ, പുഴയ്ക്ക് എന്തോരം തടസ്സങ്ങളുണ്ടെങ്കിലും അത് ഒഴുകാനുള്ള പാറയിലും കല്ലേലും ഒക്കെ തട്ടി അത് ഒഴുകി പോകുന്ന കാണാൻ മേലെ, അതുപോലെ നമ്മളും ഇതുപോലെ തട്ടി തടഞ്ഞ് തെറിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കോളുക. അതാ വേണ്ടത്. അല്ലാതെ എല്ലാവരെയും നന്നാക്കിയിട്ടും എല്ലാവർക്കും സമാധാനം കൊടുത്തിട്ടും എല്ലാവരും നമുക്ക് സമാധാനം തന്നിട്ടും ജീവിക്കാമെന്ന് ഓർത്താൽ നടപടിയില്ല കേട്ടോ. അതിന് പോകാണ്ടിരിക്കുകയാണ് ഭേദം. അത് നമുക്ക് ദുഃഖം ഉണ്ടാക്കുകയുള്ളൂ. അപ്പം നമ്മളെന്താ കാണിക്കേണ്ടത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് അവരുടെ രീതി. ആരെങ്കിലും കുറ്റവും കുറവും പറയണത് അത് അവരുടെ ദുഷിപ്പ്. ആരെങ്കിലും നെഗറ്റീവ് പറയണത് അവർ നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രം. ഇതൊന്നും നമ്മൾ കേൾക്കണ്ട. നമ്മൾ പോസിറ്റീവാണ്, നമുക്കതുപോലെ മുന്നോട്ട് പോയാൽ പോരെ. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഒരിക്കലും നെഗറ്റീവിൻ്റെ പുറകെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പുറകെയോ പോയി സമയം കളയാതിരിക്കുക. നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക കേട്ടോ.